ആലിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് CSI പള്ളിയിലേക്ക് വരും. ഇവിടെ ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്ന പോലെ എത്രയോ ആളുകളാണ്. ഇതൊക്കെ ആലിൻ്റെ കുടുംബക്കാരെ അറിയാവുന്നവർ മാത്രമായിരിക്കില്ല. കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് മറ്റു പല ഇടങ്ങളിൽ നടക്കം ഇവിടേക്ക് വന്ന ആളുകളാണ്. ഒരുപക്ഷെ ഒരു മരണവിവരം അറിഞ്ഞുകൊണ്ട് ഒന്ന് കാണാൻ വേണ്ടി വന്ന ആളുകൾ മാത്രമല്ല, എത്രയോ ഇടങ്ങളിൽ നിന്ന് ഏതൊക്കെ നമുക്കറിയാത്ത നാനാ ദിക്കിൽ നിന്നുള്ള ആളുകൾ ഈ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കണ്ട് യാത്രയാക്കാനായിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം. ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ ഭൗതികദേഹം അല്പസമയത്തിനകം ഈ പള്ളിയിലേക്ക് കൊണ്ടുവരും. നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് CSI പള്ളിയുടെ സെമിത്തേരിയിലാണ് ആ കുഞ്ഞിൻ്റെ ഇനിയുള്ള അന്ത്യവിശ്രമം. അങ്ങനെ 10 മാസം മാത്രം പ്രായമായ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറയുകയാണ്. എല്ലാ തരത്തിലും ഇനിയെല്ലാം നമ്മുടെ മുമ്പിൽ ജ്വലിക്കുന്ന ഒരു ഓർമ്മയായി മാത്രം ആലിനുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യം. ഒരിക്കലും മനുഷ്യനുള്ളിടത്തോളം കാലം കേരളക്കാർ ഒരിക്കലും ആലിനെയും മറക്കില്ല, ആലിൻ്റെ കുടുംബക്കാരെയും മറക്കില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലിൻ്റെ അവയവം സ്വീകരിച്ച് പൊതുജീവിതത്തിലേക്ക് വന്ന എത്രയോ കുരുന്നുകൾ അവർ ആ കുടുംബത്തോട് നന്ദി പറയുന്നു. അവർ മാത്രമല്ല, നാം അടക്കമുള്ള ഓരോ ആളുകളും ആലിനോടും ആലിൻ്റെ കുടുംബത്തോടും റീച്ചായനോടും ആലിൻ്റെ മാതാപിതാക്കളോടും എല്ലാം നന്ദി പറയുകയാണ്. അങ്ങനെ എത്രയോ ആളുകളാണ് ഒന്ന് കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ട് മന്ത്രിമാരായിട്ടുള്ള റോഷി അഗസ്റ്റിനും സജി ചെറിയാനും VN വാസവനും വീണ ജോർജും അടക്കമുള്ളവർ നേരത്തെ വന്നു പോയിരുന്നു. വീണ ജോർജ് അല്പസമയത്തിനകം ഇവിടേക്ക് വരിക കൂടി ചെയ്യും. ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണനും അതുപോലെ തന്നെ പോലീസ് മേധാവി R ആനന്ദും അടക്കമുള്ള ആളുകൾ കൂടി ഇവിടേക്ക് വന്നിരുന്നു. ഒരു കുഞ്ഞിൻ്റെ വിയോഗം എത്രമാത്രം ഒരു നാടിനെ നൊമ്പരത്തിലാക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ കാര്യം. ഓരോ വാക്ക് പറയുമ്പോഴും ഒരുപക്ഷെ കണ്ടമിടറും കണ്ടമിടർ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ പറ്റുക. കാരണം അത്രമേൽ പ്രിയങ്കരിയായിട്ടുള്ള, അത്രമേൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിട്ട് മാത്രമാണ് ആലിൻ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. ഒരിക്കൽ നമ്മൾ ഒരു ഭൂമിയിൽ ജനിക്കുമ്പോൾ കരയാൻ പാകത്തിന് ഒരാളെയെങ്കിലും കരുതി വെക്കണമെന്ന് സാഹിത്യത്തിലൊക്കെ പറയുന്നത് പോലെ കരയാൻ ഒരാളെ മാത്രമല്ല, ഒരു നാടിനെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തി അവർക്ക് അങ്ങേയറ്റം വിഷമം ഉണ്ടാക്കിയാണ് ആലിൻ ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ ഒരു കുട്ടിയുടെ ശവമഞ്ചം ചുമക്കുമ്പോൾ, ഒരു കുഞ്ഞിൻ്റെ ശവമഞ്ചം ചുമക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരമൊന്നും ഈ ലോകത്ത് മറ്റൊന്നിനും ഉണ്ടാവില്ല. അവരുടെ മാതാപിതാക്കളെ കൂടി കാണണം. ഈ കഴിഞ്ഞ 10 മാസക്കാലം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ കളിയും ചിരിയും ഒരു വീട്ടിലുണ്ടാക്കുന്ന ആനന്ദം എത്രമാത്രമാണ് എന്നുള്ളത് അത് അനുഭവിച്ചിട്ടുള്ള എല്ലാ മാതാപിതാക്കൾക്കും അറിയാം. ഒരു കുഞ്ഞിൻ്റെ കളിയും ചിരിയും ആ വീട്ടിലെ സങ്കടത്തെ സന്തോഷമാക്കി മാറ്റുകയും അവരുടെ പ്രയാസങ്ങളെ അവരുടെ പുഞ്ചിരിയിലൂടെ അതിനെ തരണം ചെയ്യാൻ കഴിയുന്ന, മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കുഞ്ഞാണ്. ഒരു കുഞ്ഞിൻ്റെ കളിയും ചിരിയും അതിൻ്റെ വളർച്ചയും അതിൻ്റെ മാതാപിതാക്കൾക്ക് നൽകുന്ന ഒരു ആവേശവും ഉന്മേഷവും ഒരു പ്രത്യാശയും ഒന്നും ചെറുതല്ല. പക്ഷേ അവിടെയാണ് തൻ്റെ കുഞ്ഞ് മരിച്ചു പോയിട്ടും തൻ്റെ കുഞ്ഞിലൂടെ 5 പേർ ജീവിക്കട്ടെ, അവർക്ക് അവയവം കൊടുക്കാം എന്ന് കരുതിയത്. എന്തായാലും ആലിൻ ഷെറിൻ എബ്രഹാമുമായിട്ടുള്ള വാഹനം ഇപ്പോൾ ആംബുലൻസ് ഇപ്പോൾ പള്ളിയിലേക്ക് വരികയാണ്. ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഇപ്പോൾ പള്ളിയിലേക്ക് വരുന്നു. പള്ളിയിൽ ഏതാണ്ട് 40 മിനിറ്റോളം നീളുന്ന ശവസംസ്കാര ശുശ്രൂഷകൾ ഉണ്ടാകും. ആ ശുശ്രൂഷയ്ക്ക് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകി ആ പിഞ്ചു മാലാക കുഞ്ഞിനെ യാത്രയാക്കും. പള്ളിയുടെ സമീപത്തുള്ള സെമിത്തേരിയിൽ ഒരു ഒരു മാലാഖയുടെ രൂപം കൂടി അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ മാലാഖ കുഞ്ഞിൻ്റെ ചെറുപുഞ്ചിരി ഇന്ന് ഈ പള്ളിയിലേക്ക് വരുമ്പോഴില്ല. അടുത്ത മാസം ഏപ്രിൽ മാസം 14-ാം തീയതി 1-ാം പിറന്നാൾ ആഘോഷിക്കേണ്ട കുഞ്ഞായിരുന്നു. ആ 1-ാം പിറന്നാൾ ആഘോഷിക്കാൻ കാത്തു നിൽക്കാതെ തൻ്റെ 10-ാം മാസത്തിൽ ഈ ഭൂമിയിലേക്ക് എന്തിനു വന്നുവോ അത് കൃത്യമായി നിറവേറ്റി കുഞ്ഞ് പോകുന്നുവെന്ന് ക്രൈസ്തവ വിശ്വാസപ്രകാരം ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ വിയോഗം, ആ കുഞ്ഞ് എന്തിന് ഭൂമിയിലേക്ക് വന്നു, അതിൻ്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള, നമുക്കെല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ദൈവമായി ഭൂമിയിൽ അവതരിച്ച, ദൈവത്തെ പ്രതി ഭൂമിയിലേക്ക് വന്ന ആ കുഞ്ഞ് 5 പേർക്ക് നവജീവൻ നൽകി ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.